യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസി വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പം ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പെട്ടെന്ന് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ബീഫ് ബിരിയാണി ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ആദ്യമായിട്ടും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വേഗം തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി ഒരു 10-12 അല്ലി, പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പേസ്റ്റായി പോവാതെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3/4 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലും കൂടിയൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളും ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മിക്സും എല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ചെറിയ ഉള്ളി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രേവി ഒരു തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നത്. നമ്മൾ സവാള കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ഒരു സ്പൂണ്, സ്റ്റീലിൻ്റെയൊക്കെ സ്പൂണാണെങ്കിൽ ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി അതേ സെയിം അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1/2 സ്പൂണോളം മതി. അപ്പം നമ്മൾ പച്ചമുളക് ഇടുന്നതിൻ്റെ അളവിനും അതുപോലെ മുളക് പൊടി ഇടുന്നതിൻ്റെ അളവിനും അനുസരിച്ചിരിക്കും കുരുമുളക് പൊടി ഇടുന്നത്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എരിവ് കണക്കാക്കി വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മസാല, പെരിഞ്ജീരകവും എല്ലാം കൂടിയൊക്കെ ഉള്ള മസാലയാണ് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി നമുക്ക് ഒരു മണിക്കൂറോളം 1-2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ റൈസൊക്കെ വെക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് റൈസ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് കൈവച്ച് തന്നെ നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്തോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് വേറൊരു പരന്ന പാത്രം, അതായത് ഉരുളി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തോട്ട് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റണം കേട്ടോ. അപ്പം നമ്മൾ വലിയ കുക്കറാണ് എടുക്കുന്നത്, ഒരു 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം, ദമ്മിട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം എൻ്റെ ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ അതിനകത്ത് ബീഫ് ഇട്ടിട്ട് നമ്മൾ ഫിസിലടിച്ച് വേറെ ഒരു പാത്രത്തിനകത്താണ് ദമ്മിടുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ആ മുന്തിരി ഒരു ബലൂൺ പരുവത്തിൽ പൊങ്ങി വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 4 സവാള കട്ടി കുറച്ചരിഞ്ഞത്, വലിയ ഒരു മീഡിയം സൈസ് 4 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 5 എണ്ണമോ അല്ലെങ്കിൽ 6 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ അത്രയും സവാളയാണ് നമ്മൾ ഈ ബിരിയാണിക്കകത്തോട്ട് മൊത്തത്തിൽ ചേർക്കുന്ന ഇത്രയും സവാളയാണ്. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് നമ്മളൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരുപാടൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്ത് കോരി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വറുത്ത് കോരി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കൈവച്ച് തിരുമ്മിയിട്ട് നമുക്ക് അടുപ്പിനകത്ത് വെച്ച് ഒരു 4 മുതൽ 6 വരെ ഫിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് 4 ഫിസിൽ അല്ലെങ്കിൽ 6. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ബീഫിന് വേവുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ സവാള വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2-3 കഷ്ണം പട്ടയും 2 ഏലക്കയും 1 ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പിന്നെ നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ 3 കപ്പ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതായത് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ചെറിയ അരിയാണ് കേട്ടോ, നമ്മുടെ ജീരകശാല എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. ഏതരി ആയാലും 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അര നാരങ്ങ കൂടെ, ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ റൈസ് തമ്മിൽ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ വെട്ടി തിളക്കുന്നുണ്ട് വെള്ളം. അപ്പോൾ നമ്മളിത് അരി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെട്ടിത്തെളിക്കുമ്പോൾ നമ്മൾ റൈസ് നേരത്തെ ഒന്ന് കോരി മാറ്റി വെച്ചിരിക്കണം. വെള്ളം നല്ല രീതിയിൽ തോർന്നിരിക്കണം. പിന്നെ അതേ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ തിളയ്ക്കുന്ന. കുറച്ച് വെള്ളം അതിനകത്ത് വേണം. നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വെച്ച് വേവിച്ചത്. പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്നതിന് ഒരു പകുതി ഭാഗത്തോളം, ഒരു 3/4 ഭാഗത്തോളം സവാള നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കറി ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. എന്നിട്ട് വേണം നമുക്ക് ദമ്മിടാൻ വേണ്ടി. അപ്പം നമ്മുടെ ചോറ് വെന്ത് കാണും. പിന്നെ നമ്മൾ ചോറ് വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പ് കറക്റ്റ് ആകാൻ വേണ്ടി എന്ത് വേണമെന്നറിയാമോ, ഉപ്പ് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം വെള്ളത്തിനകത്ത് ഉപ്പ്. വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പുണ്ടെങ്കിൽ റൈസിൽ കറക്റ്റ് വരുമായിരിക്കും. അപ്പം നമ്മളെ ബീഫ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് ദമ്മിടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റൈസ് റെഡി ആയിരിക്കുവാണ്. അപ്പം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ആദ്യം കുറച്ച് ഗ്രേവിയുള്ള ബീഫാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്നാലേ നമുക്ക് അടുപ്പിനകത്ത് വെച്ച് ആ ഒരു ദമ്മിടുന്ന സമയത്ത് നമ്മുടെ ഗ്രേവി വറ്റിയിട്ട് റൈസുമായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മുകളിലൊന്ന് നല്ല രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. റൈസ് രണ്ട് പ്രാവശ്യം നല്ല ചൂടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവി പറക്കുന്നതുകൊണ്ടാണ് ക്യാമറയിൽ ഇങ്ങനെ ക്ലിയർ ഇല്ലാതെ വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ അത്യാവശ്യം കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ അരിഞ്ഞ് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഉപയോഗിക്കാം. അതുപോലെ കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് എസൻസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ പുതിനയിലയും മല്ലിയിലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവർ തരും. കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറേ നാൾ ബിരിയാണി ഉണ്ടാക്കലും ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും ടേസ്റ്റോട് കൂടി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരി എടുത്തപ്പോൾ നല്ല മണവും. അപ്പം നമ്മുടെ സിമ്പിളായിട്ടും പവർഫുള്ളും ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻ്റൊക്കെ കുറവാണ്, ഒരുപാട് അരിയും പറക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോയും വരെ ടാറ്റ ബൈ ബൈ.